വിളക്കുടിയിൽ പേവിഷബാധയേറ്റ് മരണപ്പെട്ട നിയ ഫൈസലിന്റെ മരണത്തിൽ കളക്ടറെ തടഞ്ഞ് കോൺഗ്രസ് നേതാക്കൾ. നിയ ഫൈസലിന്റെ മൃതദേഹം ആലഞ്ചേരി മുസ്ലിം ജമാത്തിൽ മറവ് ചെയ്ത ശേഷം ജില്ലാ കളക്ടർ, ജില്ലാ മെഡിക്കൽ സംഘം, വിളക്കുടി ഗ്രാമപഞ്ചായത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ വിളക്കുടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് വിഷയത്തിൽ മീറ്റിംഗ് നടത്തി. തുടർന്ന് കളക്ടറും സംഘവും പുറത്തിറങ്ങിയപ്പോൾ നിയയുടെ ചികിത്സാ പിഴവിൽ ബന്ധപ്പെട്ട ജില്ലാ കളക്ടറോട് വിഷയത്തിൽ മറുപടി നൽകണമെന്നാവശ്യപ്പെട്ടു. ഉടൻ ഔദ്യോഗികമായ വാഹനം ഉപേക്ഷിച്ച് പോലീസ് വാഹനത്തിൽ പോകാൻ ശ്രമിച്ചതോടെ കോൺഗ്രസ് പ്രവർത്തകർ കളക്ടറുടെ വാഹനം തടഞ്ഞ് പ്രതിഷേധിച്ചു. തങ്ങളുടെ യൂണിഫോം അഴിച്ചു വെച്ചിട്ട് ഓടിപ്പോകുന്നത് പോലെ കളക്ടർ അദ്ദേഹത്തിന്റെ വാഹനം ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നതാണ് ഞങ്ങൾ കണ്ടത്. പിന്നീട് ഒരു പോലീസ് വാഹനത്തിൽ അദ്ദേഹം ഈ കുന്നിക്കോട് ജംഗ്ഷനിലൂടെ പോകുന്നത് കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിൽ നിന്നും കൃത്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ തടഞ്ഞത്. അദ്ദേഹം പിന്നീട് വീണ്ടും അദ്ദേഹത്തിനെ പോലീസ് വാഹനത്തിൽ കൊണ്ടുപോകുന്നതിലെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ടാകാം പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശാനുസരണം അദ്ദേഹം വീണ്ടും അവരുടെ അഭ്യർത്ഥന മാനിച്ച് അദ്ദേഹം വീണ്ടും ഔദ്യോഗിക വാഹനത്തിൽ വന്നു. ഇപ്പോൾ ഞങ്ങളെ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഇത് ഈ സമൂഹത്തിൻ്റെ പൊതുവായ ഒരു സമരമാണ്. ഈ പ്രദേശത്തെ ഒരു കുട്ടിയെ സംബന്ധിച്ച് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ആ കുട്ടിക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായാൽ, പട്ടിയടിയേറ്റാൽ അത് സ്വാഭാവികമായും സർക്കാർ ആശുപത്രിയെ സമീപിക്കുക മാത്രമാണ് മാർഗം. അത്തരത്തിൽ സർക്കാർ ആശുപത്രിയെ സമീപിച്ചു, വാക്സിൻ എടുത്തു. ആ വാക്സിൻ എടുത്തിട്ടും മരണപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിനാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരോടാണ് ചോദിക്കേണ്ടത്? ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കളക്ടറാണ്. കളക്ടറോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എഴുത്തരും, ഞങ്ങൾ പരിശോധിക്കാവുന്നതാണ്. ചക്കിക്കൊത്ത ജങ്കറിനെ പോലെ മുഖ്യമന്ത്രിക്കൊത്ത കളക്ടറാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ച് ഈ പ്രതിഷേധ സമരം ഇവിടെ അവസാനിക്കുന്നില്ല. ആ കുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതുവരെ ഞങ്ങൾ പ്രത്യക്ഷ സമരവുമായി രംഗത്തുണ്ടാകും. ഇതിനെക്കുറിച്ച് ഞങ്ങൾ വൈകുന്നേരം വീണ്ടും ഞങ്ങളുടെ പാർട്ടി കൂടി ആലോചിച്ച് പ്രത്യക്ഷ സമര പരിപാടികളുമായി നാളെ മുതൽ മുന്നോട്ടുണ്ടാകും. പൊതുസമൂഹത്തിന്റെ പരിപൂർണമായ പിന്തുണ ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. തുടർന്ന് 10 മിനിറ്റിലധികം വണ്ടി തടഞ്ഞ കോൺഗ്രസ് നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ന്യൂസ് ബ്യൂറോ, കുന്നിക്കോട്.